ഹായ് ഓൾ, വെൽക്കം ടു ഇൻഫിനിറ്റോറ. ഇന്നൊരു ഈസി ബീഫ് സ്റ്റൂ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി 4 മീഡിയം സൈസ് സവാള, 2 ചെറിയ പൊട്ടറ്റോ, 2 വലിയ വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 1 ക്യാരറ്റ്, കുറച്ച് കറിവേപ്പില, മല്ലിയില എന്നിവ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടറ്റോയും ക്യാരറ്റും അരിഞ്ഞിട്ട് അത് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട്. പിന്നെ വേറൊരു കുക്കറിൽ ഞാൻ ബീഫ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 1 കിലോ ബീഫാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി ഞാൻ പേസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ഇട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കാം. പൊട്ടറ്റോയും ക്യാരറ്റും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഈസി റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് വേവിക്കുന്നത്. എന്ന് വെച്ചിട്ട് ടേസ്റ്റിനൊന്നും ഒരു കുറവും വരില്ല കേട്ടോ. ഇനി നമുക്കൊരു കടായി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ കുറച്ച് കറിവേപ്പിലയും, പിന്നെ അതിൻ്റെ കൂടെ ഒരു 4 ഏലക്ക, 4 ഗ്രാമ്പൂ, 1 പീസ് പട്ട എന്നിവ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാളയും പച്ചമുളകും, പിന്നെ ബാക്കിയുള്ള 1/2 പോർഷൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള വാടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് എന്നിവ ഇട്ടിട്ട് ഈ പൊടിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാനാണെങ്കിൽ നേരത്തെ പെരിഞ്ജീരകം ഇടാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പൊടി ഒന്ന് വഴറ്റിയെടുക്കുന്ന സമയത്താണ് ഞാൻ ഈ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തത്. നിങ്ങൾ അത് ഏലക്ക ഗ്രാമ്പു ഒക്കെ ഇടുന്ന ടൈമിൽ, അതായത് നമ്മൾ എണ്ണയിൽ വഴറ്റുന്ന ടൈമിൽ ഈ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തേക്കണേ. ഞാൻ ദാ ഇപ്പോഴാണ് ഇടുന്നത്. ഇനി നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും ക്യാരറ്റും കൂടെ ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1 കപ്പ് 2ാം പാല് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കിനി ഇതിലോട്ട് ചേർക്കാം. രണ്ടാം പാലാണ് ഇത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊട്ടറ്റോയൊക്കെ നന്നായിട്ട് ഉടച്ചുകൂടി ഒന്ന് എടുക്കാം. കാരണം കറിക്ക് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പൊട്ടറ്റോ നന്നായിട്ട് ഉടച്ചെടുക്കുന്നത്. അതുമല്ല ഇവിടെ ഈ വീട്ടിൽ, ഞങ്ങളുടെ വീട്ടിൽ പൊട്ടറ്റോ പീസസ് മാറ്റിയിട്ട് ബീഫ് പീസസ് മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പം ഞാൻ കൂടുതലും മിക്ക പൊട്ടറ്റോ പീസസും മാക്സിമം ഞാൻ ഉടച്ചേ വിടത്തുള്ളൂ. ചിലർക്ക് പൊട്ടറ്റോ പീസസ് കഴിക്കാൻ ഇഷ്ടമാണല്ലോ. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ കുറച്ച് ഇത്രയൊന്നും ഉടയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് കൂടി ഒന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിളയ്ക്കട്ടെ. ചെറിയ തീയിൽ വെച്ചാൽ മതി. ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പെപ്പർ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്തു. നിങ്ങൾക്ക് എരിവ് കുറച്ച് മതിയെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് തേങ്ങാപ്പാൽ 1ാം പാൽ ഒഴിക്കാം. 3/4 കപ്പുണ്ടേ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇതിൽ കിടന്ന് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പിലോട് ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ ബീഫ് സ്റ്റൂ റെഡിയായി.
ഒരു 15 മിനിറ്റ്സ് എങ്കിലും കഴിഞ്ഞ് എടുക്കുന്നതാണ് സത്യം പറഞ്ഞാൽ ടേസ്റ്റ്. നോർമൽ ബീഫ് കറിയേക്കാളും സൂപ്പർ ടേസ്റ്റാണ് ഈ ബീഫ് സ്റ്റൂ. ഇവിടെ ഞങ്ങൾ നോർമൽ കറി വെക്കുന്നതിനേക്കാളും കൂടുതൽ ബീഫ് സ്റ്റൂ ആണ് എപ്പോഴും വെക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ.